ഇന്ന് ചെറിയൊരു ഗാർഡൻ വ്ളോഗാണ് കേട്ടോ. ഗാർഡൻ വ്ളോഗ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള കുറച്ച് പച്ചക്കറി കൃഷികൾ കാണിച്ചു തരാം. അങ്ങനെ ഒരുപാടൊന്നും ഇല്ലെങ്കിലും നമ്മളുടെ വീട്ടിലേക്ക് വേണ്ടുന്നത് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ മെയിൻലി എടുക്കാനുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ എൻ്റെ ഗാർഡനിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാനും കൂടെ പറ്റുമല്ലോ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു ചെറിയൊരു ഗാർഡൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നും കൂടെ വിചാരിച്ചു. അപ്പോൾ അതാ എൻ്റെ മെയിൻ സന്തോഷം എന്ന് പറയുന്നത് ഈ തക്കാളിയാണ്. കാരണം ഒരുപാട് കൂട്ടത്തോടെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോഴല്ലോ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. നിങ്ങളിങ്ങനെ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടോ? ഇതൊന്ന് പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നോക്കാം. പിന്നെ ചീരയുണ്ട്. ചീര ഒരുപാട് നിൽപ്പുണ്ട്. സുന്ദരി ചീരയുണ്ട്, അല്ലാത്ത ചീരയുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണ് ഈ ചീര. ചീര വളർത്താൻ വലിയ കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചീര മാത്രമല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന കൃഷികളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഈ കാലത്ത് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഈ കാണുന്നത് കുക്കുംബറാണ് കേട്ടോ. പക്ഷെ അതിന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. എന്തായാലും അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ളതിനെല്ലാം അത് ബാധിക്കും. പിന്നെ കുറച്ച് വഴുതനങ്ങ നിൽപ്പുണ്ട്, പടവലങ്ങ നിൽപ്പുണ്ട്. പടവല അങ്ങനെ വലിയ നീളമുള്ളതല്ല കേട്ടോ. ഇതേപോലെ പ്ലാസ്റ്റിക് കവറിൽ കല്ലൊക്കെ ആയിട്ട് തൂക്കി ഇങ്ങനെ ഇട്ടേക്കുകയാണ്. പിന്നെ പയറുണ്ട്. ഈ പയറാണെങ്കിൽ ഞാൻ നട്ടപ്പോൾ തൊട്ട് ഓരോ വീഡിയോസിലായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എന്താ ഒരുപാട് പയറുണ്ടായിട്ടുണ്ട്. റീസെൻ്റായിട്ട് ഞാൻ ഇട്ടേക്കുന്ന ഷോർട്സ് ഈ പയർ ഇങ്ങനെ വിളവെടുക്കുന്നതാണ് കേട്ടോ. ഇത് വിളവെടുക്കുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു റെഡ് കളറിലുള്ള പയറില്ലേ, അതിന് റെഡ് ഷീല പയർ എന്നാണ് കേട്ടോ പറയുന്നത്. അത് ഹൈബ്രിഡ് ഇനത്തിൽ വരുന്നതാണ്. പിന്നെ ഉള്ളത് വെണ്ടയ്ക്ക കേട്ടോ. വെണ്ടയ്ക്ക ഇപ്പോൾ കുറച്ച് കമ്മിയാണ്. കുറച്ചാൾ മുമ്പ് ഒരു 5-6 ഗ്രോ ബാഗുകളായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ആകെ 2-3 ഉള്ളൂ. പിന്നെ മുളകിൻ്റെ തൈകൾ നിൽപ്പുണ്ട്, ആയി വരുന്നതേ ഉള്ളൂ. അതേപോലെ മുളകിന് മുരടിപ്പ് വന്ന സമയത്ത് ഒരു ടിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതേപോലെ നല്ല രീതിക്ക് പൊട്ടിക്കിളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല പച്ചപ്പിൽ നല്ല രീതിക്ക് പൊട്ടിക്കിളിക്കുന്നുണ്ട്. അപ്പം അതെന്താണ്, 2-3 ടിപ്സ് ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ വെള്ളരിക്കയാണ്. വെള്ളരിക്ക ആദ്യം വിചാരിച്ചത് അതിൽ കായ്കളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ്. പക്ഷെ ഒളിച്ച് പാത്ത് ഒരെണ്ണം നല്ല രീതിക്ക് നിൽപ്പുണ്ടായിരുന്നു. വീഡിയോ എടുത്ത സമയത്ത് അയ്യോ വെള്ളരിക്കയൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഒരെണ്ണം നല്ല രീതിക്ക് നിൽക്കുന്നത് കണ്ടത്. പിന്നെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. താഴെയാണ് കോവയ്ക്കൊക്കെ നിൽക്കുന്നത്. വീഡിയോ എടുക്കുന്നതിന് മുമ്പേ അമ്മ കുറച്ച് കറിക്ക് വേണ്ടിയിട്ട് പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ആകെ നിന്നത് 2-3 മാത്രമാണ് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് മധുരക്കിഴങ്ങാണ് കേട്ടോ. ഞാനിത് നടുന്നതിൻ്റെ വീഡിയോ പണ്ട് എപ്പോഴും ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളവെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന്. എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഫുഡാണ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ എ, വൈറ്റമിൻ B6 അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളൊരു സംഭവമാണ്. അപ്പം ഇതിന് പേര് പോലെ തന്നെ ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇതാണ് കേട്ടോ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. ഇത് കണ്ണിൻ്റെ കാഴ്ച ശക്തിക്ക് ഭയങ്കര ബെസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. പറ്റുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കുക. ഇത് പക്ഷേ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ട്, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, കഴിച്ചിട്ടുള്ളവരുണ്ടായിരിക്കുമല്ലോ അല്ലേ. പിന്നെ ഇത് താഴെ നിൽക്കുന്ന മുളകാണ് കേട്ടോ. അങ്ങനെ മുളക്, കാന്താരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ വ്ളോഗ്. ഒരുപാടില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് സന്തോഷം തരുന്ന രീതിക്കുള്ള പച്ചക്കറികളൊക്കെ നട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. മെയിനായിട്ടും ഈ ഐഡിയാസൊക്കെ എങ്ങനെ നടണം എന്നുള്ളതൊക്കെ കൊണ്ടുവരുന്നത് അമ്മയാണ്. ഞാൻ അസിസ്റ്റൻ്റ് പോലാണ് നിൽക്കാറുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതുപോലെ അറ്റ്ലീസ്റ്റ് ചീരയെങ്കിലും വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ നോക്കുക. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ചെറിയ ഗാർഡൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.